ലേറ്റസ്റ്റ് ആയിട്ട് സന്ദീപ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബറിനെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഷപ്പിനെതിരെ കുറേയധികം ആരോപണങ്ങൾ നടത്തി എന്നുള്ളൊരു മെയിനായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ പേരിലായിരുന്നു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു വീഡിയോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബിഷപ്പും രേണുവിൻ്റെ സഹോദരിയൊക്കെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മീഡിയസിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, കുറച്ച് നാളുകളായിട്ട് ഇത് കണക്ക് തനിക്കെതിരെ കുറേ ആരോപണങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു, തൻ്റെ കുടുംബത്തിനെതിരെയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, രേണുവിനെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് പരിധിയിൽ കൂടുതലായ സമയത്താണ് ഇത് കണക്കൊരു പരാതി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചതും ഇത് കണക്ക് കൊടുത്തതും അതിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ പോലീസ് നിയമ നടപടി എടുത്തു എന്നുള്ളൊരു കാര്യമൊക്കെ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇതേപോലെ ആൾക്കാർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിയമമായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരും ആ സമയത്ത് കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞൊരു കാര്യം, ബിഷപ്പിനെതിരെ പറഞ്ഞതിന് കേസ് കൊടുത്തതൊക്കെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. പക്ഷേ കുറേയധികം പേര് കിച്ചു സുധിക്കെതിരെ ഇതുപോലെ കുറേയധികം ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്നുള്ളതും. ഈ ഒരു രേണുവിൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കുറേയധികം പേര് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഈ ഒരു ബിഷപ്പ് തന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ കിച്ചുവിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചുവിൻ്റെ പല കാര്യങ്ങളും എനിക്കറിയാമെന്നുള്ള രീതിയിലും അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ള കിച്ചുവിനെതിരെ എന്ത് അനാവശ്യം പറഞ്ഞാലും അങ്ങനെ കേസ് എടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ബിഷപ്പിനെ പറ്റി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ബിഷപ്പിൻ്റെ പേരിൽ ബിഷപ്പ് പറഞ്ഞതിനനുസരിച്ച് കേസ് എടുക്കാം. പക്ഷേ കിച്ചുവിന് എന്തൊക്കെ വേണമെങ്കിലും കിച്ചുവിനെതിരെ ആർക്കും എന്തും പറയാം, പക്ഷേ കേസ് എടുക്കത്തില്ല. അതെന്തൊരു നിയമമാണ് എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. എന്തായാലും ആ ഒരു യൂട്യൂബർ ചെയ്തത് ശരിയാണെന്ന് പറയത്തില്ല. പക്ഷേ എന്നാൽ അതേസമയം കിച്ചുവിനെതിരെ പറഞ്ഞ കുറേയധികം പേര് ഈ ഒരു സോഷ്യൽ മീഡിയയിലുണ്ട്. ബിഷപ്പ് അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർക്കെതിരെ അങ്ങനെയാണെങ്കിൽ കേസ് എടുക്കണ്ടേ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിന് ന്യായമുണ്ട് എന്നുള്ളത് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു ബിഷപ്പ് ചെയ്തതിനോട് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.